മൊഡ്യൂൾ 5 കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. നമുക്കിതിൽ ആദ്യം പഠിക്കാനുള്ളത് ലീനിയർ റിലേഷൻഷിപ്പ് y = β0 + β1x + എപ്സിലോൺ. ഇവിടെ ഇതെന്തുപോലെയാണ് ഇരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ y = mx + c എന്ന് പറഞ്ഞ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനിലാണ്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ കാണാൻ പോകുന്ന ഒരു ഇക്വേഷനാണ് y = β0 + β1x. അത് ഹയർ ഡിഗ്രിയിലേക്ക് പോകുമ്പോഴാണ് β2 ഒക്കെ കാണുള്ളൂ. എന്നാലും തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? y = β0 + β1x ഇവിടെ എന്തും കൂടി ഉണ്ട്, ഒരു എപ്സിലോൺ, ഒരു എറർ ടേമും കൂടി ഉണ്ട്. ആ എറർ ടേമിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 0ഉം വേരിയൻസ് എന്ന് പറയുന്നത് σ² ആയിരിക്കും. അപ്പോൾ ഈ y = β0 + β1x, അപ്പോൾ ഈ y ആരെന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് yനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും എക്സിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയും. പിന്നെ നമ്മൾ ഈ മൊഡ്യൂളിൽ കാണുന്ന ഒരു ചോദ്യമാണ് സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്ന എക്സിൻ്റെ റേഞ്ചിലുള്ള വാല്യൂസ് എക്സ് ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുക, അതേപോലെ തന്നെ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുക. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ വരുന്നോ അവിടെ ഒരു ഡോട്ട് ഇടുക. അപ്പോൾ സപ്പോസ് 10ൽ 2 ആണെങ്കിൽ 2 എന്ന പോയിന്റിൽ നമ്മളൊരു ഡോട്ട് ഇടുക. അടുത്തതിൽ 20ൽ 5 ആണെങ്കിൽ 5 എന്ന പോയിന്റിൽ ഡോട്ട് ഇടുക. അങ്ങനെ വരയ്ക്കണ ആ പ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് പ്ലോട്ട് ചെയ്യാൻ എക്സാമിന് വരും. ഒരു മാർക്ക് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ സബ്ബായിട്ട് ഉണ്ടാവുമല്ലോ, അതിൽ ഒരു മാർക്കിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് പ്ലോട്ട് ദ സ്കാറ്റർ ഡയഗ്രാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എക്സും വൈയും ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുക, അവിടെ ഓരോ ഡോട്ട് ഇടുക. ഈ ഒരു മാർക്ക് ആരും കളയരുത്. ഇതാണ് അതിന് നമ്മൾ അടുത്ത് പറയുന്നത് ലീനിയർ പ്രോബബിലിസ്റ്റിക് മോഡൽ. അത് ഈ പറയണത് ഇതാണ്, y = β0 + β1x + എപ്സിലോൺ എന്നാണ്. ആ എപ്സിലോണിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? 0. വേരിയൻസ് എന്താണ്? σ². അതാണ് നമ്മൾ ലീനിയർ പ്രോബബിലിസ്റ്റിക് മോഡലിൽ പറയണത്. നമ്മുടെ 2022ലും 2024 പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇതിൽ 3 ഒരുമിച്ചല്ല ചോദിച്ചിട്ടുള്ള, ഏതെങ്കിലും 2 എടുത്തിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഈ മോഡലിലൊരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ y = ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് വായിച്ചു വെക്കാം. ദ ഫ്ലോ റേറ്റ് y. അപ്പോൾ yന് എന്താണ് പറയുന്നത്? ഫ്ലോ റേറ്റ്. ഇൻ എ ഡിവൈസ് യൂസ്ഡ് ഫോർ എയർ ക്വാളിറ്റി മെഷർമെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പ്രഷർ ഡ്രോപ്പ് എക്സ്. എക്സ് എന്താണ്? പ്രഷർ ഡ്രോപ്പ്. y ഫ്ലോ റേറ്റ് അക്രോസ് ദ ഡിവൈസ് ഫിൽട്ടർ. സപ്പോസ് ദാറ്റ് ഫോർ എക്സ് വാല്യൂ ബിറ്റ്വീൻ 5 and 20. എക്സിൻ്റെ വാല്യൂ 5നും 20നും ഇടയ്ക്കാന്ന് വിചാരിക്കുക. 2 വേരിയബിൾസ് ആർ റിലേറ്റഡ് അക്കോർഡിംഗ് ടു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ. ഈ എക്സും വൈ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഈ റിഗ്രഷൻ മോഡലിൽ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഇക്വേഷൻ എന്താണ്? y = -0.12 + 0.095x ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എക്സ്റ്റൻഡ് ചേഞ്ച് ഇൻ ഫ്ലോ റേറ്റ് അസോസിയേറ്റ് വിത്ത് 1 meter ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്രോപ്പ്. അടുത്തതോ, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്ലോ റേറ്റ് ഫോർ എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 10 inch. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സപ്പോസ് σ = 0.025 ആൻഡ് കൺസിഡർ എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 10 inch. പ്രോബബിലിറ്റി ദാറ്റ് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ഫ്ലോ റേറ്റ് വിൽ എക്സീഡ് 0.835. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് എക്സ്റ്റൻഡ് ചേഞ്ച് ഇൻ ഫ്ലോ റേറ്റ്. ഫ്ലോ റേറ്റ് വെച്ചാൽ നമ്മുടെ y. വാട്ട് ഈസ് ചേഞ്ച് ഇൻ y അസോസിയേറ്റ് വിത്ത് 1 meter ഇൻക്രീസ്. 1 meter ഇൻക്രീസ് ഇൻ എക്സ് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 1 meter. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അറ്റ് എ പോയിൻ്റ് അല്ല, ഒരു 1 meterൽ എത്രയെന്നല്ല ചോദിച്ചിരിക്കുന്നത്, 1 meter ഇൻക്രീസ് ആവുമ്പോൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എന്താണ്, ഒരു ഇൻക്രീസിൻ്റെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വൈനെ എടുത്തിട്ട് ഒന്ന് ഡിഫറൻഷിയേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -0.12 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ്. അതിന് കോൺസ്റ്റൻറ്റിന് ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക.
0.095 അതിന് ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ 0.095 എന്ന് കിട്ടി. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലായി, 1 മീറ്റർ ഇൻക്രീസ് എന്ന് പറഞ്ഞാലും ഇനി 2 മീറ്റർ ഇൻക്രീസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നാലും നമുക്ക് എന്തെന്നെയാണ് ആൻസർ? വൈ ഡാഷ് എന്ന് പറയുന്ന ടേമിൽ ആരില്ല? എക്സ് ഇല്ല. അപ്പം എന്ത് പറഞ്ഞാലും ഇൻക്രീസ് ഡിക്രീസ് എന്ത് പറഞ്ഞാലും എന്തെന്നെയാണ് ആൻസർ? ഇതന്നെയാണ് ആൻസർ. ഇനിയിപ്പോൾ ഈ സപ്പോസ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്തപ്പോൾ ഒരു എക്സ് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിൻ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വൈ ഡാഷ് 0.095 പകരം വേറെ എന്തെങ്കിലും വന്നു എന്ന് വിചാരിക്കുക. അതിന് പകരം വൈ ഡാഷ് ഈക്വൽ ടു 0.095 എക്സ് ആണ് വന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ അവിടെ 1 ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഡിക്രീസ് ഇൻ വേറെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ പോസിറ്റീവിന് പകരം നെഗറ്റീവാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് നോക്ക്, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്ലോ റേറ്റ് ഫോർ എ പ്രഷർ ഡ്രോപ്പ് ഓഫ് 10 ഇഞ്ച്? ഇൻക്രീസ് ആണ് അവിടെ പറയണത്. എക്സിൻ്റെ വാല്യൂ 10 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കണത്. എന്ത് ചെയ്താൽ മതി? എക്സിൻ്റെ വാല്യൂ 10 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.83. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സിഗ്മ തന്നിട്ടുണ്ട്. കൺസിഡർ പ്രഷർ ഡ്രോപ്പ് ഓഫ് 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? എന്തിൻ്റെ വാല്യൂ 10 ആണ്? എക്സിൻ്റെ വാല്യൂ 10 ആണ്. പ്രോബബിലിറ്റി ദാറ്റ് ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ഫ്ലോ റേറ്റ് വിൽ എക്സീഡ് 0.835. വൈൻ്റെ വാല്യൂ 0.835 കൂടണം. കാരണം ഫ്ലോ റേറ്റിനെയാണ് നമ്മൾ വൈന്ന് എഴുതിയിരിക്കുന്നത്. ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ഫ്ലോ റേറ്റ് കാണുന്നിടത്തൊക്കെ വൈനെ സങ്കല്പിക്കുക. ഒബ്സർവ്ഡ് വാല്യൂ ഓഫ് ഫ്ലോ റേറ്റ് വൈ വിൽ എക്സീഡ് 0.835. പി ഓഫ് വൈ ഗ്രേറ്റർ ദാൻ 0.835. നമുക്കറിയാം ഈ മൊഡ്യൂളിലൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അതിനെ എന്താക്കും? സ്റ്റാൻഡേർഡൈസ് ആക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടേബിൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ സ്റ്റാൻഡേർഡ് ആക്കാൻ സെഡ് ആക്കണം. വൈനെ സെഡ് ആക്കാൻ എന്ത് ചെയ്യണം? വൈ മൈനസ് മ്യൂ ബൈ സിഗ്മയുടെ വാല്യൂ എന്താണെന്ന് തന്നിട്ടുണ്ട്? 0.025. അവിടെ ഞാൻ 0.025 എഴുതിയിട്ടില്ലേ? ഈ സൈഡിലത്ത് അതും കൂടി എഴുതിക്കോളൂ കേട്ടോ. മ്യൂ എന്താ വരിക? മ്യൂ എന്ന് പറയുമ്പോൾ ആ 10ൽ വൈൻ്റെ വാല്യൂ എത്രയാണ്? കാരണം ഇവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം മ്യൂ എക്സ് 10 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ അല്ലേ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചേക്കുന്നത്? അത് എത്രയായിരുന്നു? 0.83. അതേപോലെ ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യുക. അതായത് വൈ മൈനസ് മ്യൂ ബൈ സിഗ്മ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2. പി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 0.2 എന്ന് കിട്ടി. അപ്പോൾ ഇതെങ്ങനെയാണ് കാണുക? നമ്മൾ നോർമൽ ഗ്രാഫ് വരച്ചു. 0 എന്ന് പറയുന്ന സെൻറ്റർ, 0.2 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റൈറ്റിലേക്ക് മാറിയ പോയിൻ്റ്. അവിടുന്ന് അങ്ങോട്ടുള്ള റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെ കാണും? ഈ 0 തൊട്ട് അതിൻ്റെ ആ റൈറ്റ് ഹാഫ് മൊത്തം 0.5 ആണ് നമ്മുടെ ഏരിയ. അപ്പോൾ 0.5 നിന്ന് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.2 വരെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ കിട്ടും. ഈ ബി ഓഫ് 0 ലെസ് ദാൻ സെഡ് ലെസ് ദാൻ 0.2 നമുക്ക് എവിടുന്ന് കിട്ടും? ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ നിന്ന് കിട്ടും. 12ാമത്തെ പേജ് എടുത്തിട്ട് 0.2 വരുമ്പോൾ ഏതാണ് വാല്യൂ വരണേന്ന് നോക്കുക. അപ്പോൾ നമുക്ക് 0.0793 കിട്ടും. അപ്പോൾ 0.5 മൈനസ് 0.0793 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.4207. ഇനി നോക്കുക, അടുത്ത അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സപ്പോസ് ദാറ്റ് ഇൻ എ സെർട്ടൻ കെമിക്കൽ പ്രോസസ്, ടൈമിനെയാണ് വൈ കൊടുത്തേക്കുന്നത്, ടെമ്പറേച്ചറിനെയാണ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ഇൻ എ ചാമ്പർ of reaction take place according to the simple linear regression model with equation y equal to 5 minus 0.01x and sigma equal to 0.075. What is probability that two independent observed reaction time for temperature 1 degree apart are such that time at high temperature exceed time at lower temperature? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻ എ സെർട്ടൻ കെമിക്കൽ പ്രോസസ് ടൈമിനാണ് വൈ കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എന്താ പറയുക, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവ്ഡ് റിയാക്ഷൻ ടൈം ഫോർ ടെമ്പറേച്ചർ y ഡിഗ്രി അപ്പാർട്ട്. അപ്പോൾ നമ്മൾ ഈ വൈനെ എടുക്കുകയാണെങ്കിൽ y1 y2 എടുക്കണം. ഈ y1 y2 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി അപ്പാർട്ടാണ്. അപ്പോൾ y എന്ന് പറയണതിൻ്റെ ഇക്വേഷൻ 5 - 0.01x. ഞാനിപ്പോൾ y1 ആയിട്ട് ഇതന്നെ എടുക്കുകയാണ്, 5 - 0.01x. അങ്ങനെയാണെങ്കിൽ ഞാൻ y2നെ എന്തെടുക്കണം, വലിയ ടെമ്പറേച്ചറായിട്ട് ഞാൻ y2നെയാണ് എടുക്കുന്നത്. അപ്പോൾ y2നെ ഞാൻ എങ്ങനെ എടുക്കണം, 5 - 0.01 x ഉള്ളിടത്ത് എന്ത് ചേഞ്ച് ഉണ്ടായാൽ മതി, x+1 അങ്ങനെ അത് കൊടുക്കണം. അപ്പോൾ എനിക്ക് എന്താണ് കാണേണ്ടത്, P of y2 - y1 ഗ്രേറ്റർ ദാൻ 0. ഇവരെന്ത് ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ടു ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവ്ഡ് റിയാക്ഷൻ ടൈമിനെയാണ് y എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ y2 - y1 ഫോർ ടെമ്പറേച്ചർ 1 ഡിഗ്രി അപ്പാർട്ട്. അതായത് അവർ ഒന്നിന് x കൊടുക്കുകയാണെങ്കിൽ മറ്റേത് x+1 കൊടുക്കണം. ആർ സച്ച് ദാറ്റ് ടെമ്പറേച്ചർ അറ്റ് ഹൈ ടെമ്പറേച്ചർ എക്സീഡ് ടൈം അറ്റ് ലോ ടെമ്പറേച്ചർ. y2 എപ്പോഴും y1നേക്കാളും വലുതാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. y2 y1നേക്കാളും വലുതാവണം. ആ y1ന് ഇപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ പ്രോബിലിറ്റി കാണേണ്ടത്, പ്രോബിലിറ്റി ഓഫ് y2 - y1 ഗ്രേറ്റർ ദാൻ 0. ഇതിന് ഞാൻ എന്താക്കണം, സ്റ്റാൻഡേർഡൈസ് ആക്കണം. സ്റ്റാൻഡേർഡൈസ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്, ഏതൊരു നമ്പർ കിട്ടിയാലും -μ/σ ചെയ്യേണ്ടത്. എനിക്കിതിൻ്റെ മ്യൂ കണ്ടുപിടിക്കണ്ടേ, ഇതിൻ്റെ സിഗ്മ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അതാണ് ഞാൻ അടുത്തത് ചെയ്യണത്. അപ്പോൾ എനിക്കറിയണ ഒരു റിലേഷനാണ്. എനിക്കിപ്പോൾ y2 - y1ൻ്റെ എന്ത് കണ്ടുപിടിക്കണം, മീനും കിട്ടണം, അതേപോലെ തന്നെ സിഗ്മ കിട്ടണം. നമുക്ക് വേരിയൻസിൻ്റെ റിലേഷൻസ് ആണ് അറിയുക. വേരിയൻസിന് നമുക്ക് സിഗ്മയിലേക്ക് എത്താൻ എന്ത് ചെയ്താൽ മതി, വെറും ഒരു റൂട്ട് എടുത്താൽ മതി. വേരിയൻസ് ഓഫ് y2 - y1 ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഇതിൻ്റെ വേരിയൻസ് സിഗ്മയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേരിയൻസ് ഓഫ് y2 നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വേരിയൻസ് ഓഫ് AX എന്ന് പറയുന്നത് A²x ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് -x എന്ന് പറയുമ്പോൾ എന്താ വരിക, -1ൻ്റെ സ്ക്വയർ 1 ഇൻറ്റു അതന്നെയല്ലേ വരിക. അതാണ് ഇവിടെ എന്ത് വന്നേക്കുന്നത്, വേരിയൻസ് ഓഫ് y2 + വേരിയൻസ് ഓഫ് y1. രണ്ടിൻ്റെയും വേരിയൻസ് സെയിം ആണ് രണ്ടിൻ്റെയും സെയിം വേരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് σ² + σ². ആ എങ്ങനെയാണ് σ² വന്നതെന്നാണ് പറഞ്ഞത്. അവിടെ മൈനസ് ഉള്ളതുകൊണ്ടാണ്. മൈനസിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവുക. -1ന് സ്ക്വയർ ചെയ്യുമ്പോൾ എന്തുതന്നെയാണ് വരിക, 1 എന്നാണ് വരിക. ഇപ്പോൾ ഇതിന് പകരം y2 - y1ന് പകരം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് y2 - 2y1 ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്തായാലും മാറും, σ² + 4σ² എന്ന് വന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മൈനസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, σ² + σ². അതെന്ന് പറഞ്ഞാൽ 2σ². എനിക്ക് σ²ൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ അതിട്ട് കൊടുത്തു. അവിടുന്ന് 0.01125. ഇത് എന്തിൻ്റെയാണ്, ഇത് വേരിയൻസ് ഓഫ് y2 - y1 ആണ്. എനിക്ക് വേരിയൻസ് അല്ല ആവശ്യം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ആവശ്യം, സിഗ്മയാണ് ആവശ്യം. അതിനെന്ത് വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മയിലേക്ക് വരെ എന്ത് ചെയ്താൽ മതി, ഒരു റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നിന്ന് കിട്ടി 0.10607. ഇനി സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി, y2 - y1 μ/σ. ഈ നമുക്ക് കിട്ടിയ മ്യൂ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഞാൻ പ്ലസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇക്വേഷൻ അതൊക്കെ തന്നെയാണ്, പക്ഷേ ഈ കിട്ടിയ മ്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് എന്താവും, ആ സൈൻ പ്ലസ്സായി മാറി. അപ്പോൾ POZ ഗ്രേറ്റർ ദാൻ 0.09. 0.09 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെ വരിക, 0ന് കുറച്ചടുത്തല്ലേ വരിക. അപ്പോൾ ഈ ഒരു റീജിയനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ 0 മുതൽ ഈ ഫുൾ ഹാഫിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അവിടുന്ന് എന്ത് കുറയ്ക്കുക, -P of 0 <z <0.09. അപ്പോൾ അവിടുന്ന് എന്ത് കിട്ടി,
0.5 മൈനസ് 0.0359. അവിടുന്ന് എനിക്ക് 0.4641 കിട്ടി. അടുത്തതാണ്